ഹലോ, വെൽക്കം ബാക്ക് ടു തൻ്റെ കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി കട്ട്ലറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്, പ്രോൺസ് കട്ട്ലറ്റ്. അപ്പോൾ നിങ്ങൾ ഓർക്കുമോ, പ്രോൺസ് കട്ട്ലറ്റ് ഒരുപാട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കും. പക്ഷേ ഇതൊരു വെറൈറ്റി ഡിഷാണ്. ഉണ്ടാക്കുന്ന രീതിയിലും വ്യത്യാസമുണ്ട്. നമുക്ക് മുട്ടയിൽ മുക്കി പൊരിക്കേണ്ട ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ റസ്ക് പൗഡറോ ഒന്നും വേണ്ട. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് സാധനങ്ങൾ മാത്രം മതി. അതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് ഉടനെ തന്നെ അത് പൊരിച്ചെടുക്കാം. അപ്പോൾ നമുക്കതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കിതിലേക്ക് 150 അല്ലെങ്കിൽ 200 ഗ്രാം പ്രോൺസാണ് വേണ്ടത്. അത് പ്രോൺസിന് വേണ്ട ഉപ്പിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. പിന്നെ വേണ്ടത് തേങ്ങയാണ്. നമ്മൾ പൊട്ടാറ്റോയ്ക്ക് പകരം ഇതിനകത്ത് ചേർക്കുന്നത്. തേങ്ങ അത് പ്രോൺസിൻ്റെ ഇരട്ടി അളവിൽ വേണം. നിങ്ങളൊരു കപ്പിൽ അളക്കുകയാണെങ്കിൽ 1 കപ്പ് പ്രോൺസ് ആണെങ്കിൽ 2 കപ്പ് തേങ്ങ ഇതിനകത്ത് ചേർക്കണം. ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത്, നമുക്ക് സവാളയൊന്നും വേണ്ട. നമുക്കിത് മിക്സിയുടെ ജാറിൽ മിക്സ് ചെയ്ത് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കലാണ്. അതിനുശേഷം എണ്ണ ചൂടാക്കി പൊരിച്ചെടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ ചെമ്മീനും തേങ്ങയും കൂടെയുള്ള ഇത് പ്രൊപ്പോർഷൻ എപ്പോഴും ചെമ്മീത്തിൻ്റെ ഇരട്ടി തേങ്ങയായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. പിന്നെ വേണ്ടത് ഉള്ളിയാണ്. ഉള്ളി ഒരു ചെറിയ ഉള്ളി ഒരു 10 ഉള്ളിയോളം വേണ്ടി വരും. വലിയ ചുളയാണെങ്കിൽ ഒരു 8 മതിയാവും. ഇത് വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ജാറിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യണത്. അതുപോലെ 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരുവിധം വലിയ വെളുത്തുള്ളിയാണ്. ചെറുതേറാണെങ്കിൽ ഒരു 6 വെളുത്തുള്ളി വേണ്ടി വരും. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് ഒരു 3/4 ടീസ്പൂണോളം വലിയ ജീരകം, പിന്നെ ഒരു കഷ്ണം പട്ട, പിന്നെ ഒരു 3 കറിയാമ്പ്. ഇതെല്ലാം പൊടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. നന്നായിട്ട് കല്ലിൽ പൊടിച്ചിട്ട് വേണം ഈ മിക്സിയിൽ ഈ മിക്സറിൻ്റെ കൂടിയിട്ട് ആഡ് ചെയ്യാനായിട്ട്. നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇല്ലെങ്കിൽ അത് ഇതിൻ്റെ കൂടെ അരഞ്ഞ് കിട്ടാൻ സാധിക്കില്ല. അത് പൊടിഞ്ഞ് അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് അരച്ചെടുക്കണം. കിട്ടില്ല. ഒരുവിധം വലിയ ജാറിലാണ്. ഇതിലേക്ക് ഞാൻ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകണം. തേങ്ങ ആദ്യം ഒന്ന് നന്നായിട്ട്, ഇതിലൊട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. അത് ഞാൻ ആദ്യം പറയാൻ മറന്നുപോയി. ഇതിലൊട്ടും ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കില്ല. ഈ തേങ്ങ ഒന്ന് തനിച്ച് ഫ്രിഡ്ജിലിട്ട് മിക്സിയിട്ട് അടിക്കുമ്പോൾ തേങ്ങ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ മറ്റുള്ള മസാലകളെല്ലാം കൂടി അരിഞ്ഞിട്ടിട്ട് അടിക്കുമ്പോൾ തേങ്ങ അരയാതെ കിടക്കും. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങ ആദ്യം ഒന്ന് അടിച്ചെടുക്കുക. ഒരു 10-12 സെക്കൻഡ് അടിച്ചാൽ മതി. എന്നിട്ട് ഞാനത് കൊണ്ടുവരാം. അപ്പോൾ അത് ഇതുപോലെ ഞാൻ തേങ്ങ അടിച്ചെടുത്തു. ഇനി ഇതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഞാനിങ്ങനെ നുറുക്കിയെടുത്തിട്ടുണ്ട്. മുഴുവത്തോടെ ഇടാം, പക്ഷേ ശരിക്കും അരിഞ്ഞ് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ്. ഇതുപോലെ നുറുക്കിയിട്ടാൽ മതി. വെളുത്തുള്ളി ഞാൻ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും ഇതുപോലെ നുറുക്കിയിട്ടേക്കാണ്. ഇതെല്ലാം കൂടി ഇതിനകത്തേക്ക് ഇടാം. എന്നിട്ടൊന്ന് അടിച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആ മസാലപ്പൊടികളൊക്കെ പൊടിച്ചെടുക്കണം കേട്ടോ. വലിയ ജീരകം, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായും മറ്റ് സാധനങ്ങളൊന്നും ചേർക്കണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാലപ്പൊടി ചേർത്താൽ മതി. പക്ഷേ അതിൽ വേറെയും ഐറ്റംസൊക്കെ ചേർന്നിട്ടുണ്ട്. നമുക്ക് ഈ കട്ട്ലറ്റിലേക്ക് ഇത് മാത്രം ചേർന്നാൽ മതി. എന്നാലേ ഇതിൻ്റെ തനതായ രുചി കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതൊക്കെ ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ട്
അപ്പം ഞാൻ തേങ്ങയും പച്ചമുളകും ഉള്ളിയൊക്കെ കൂടി ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി. ഇത് ഒരു 5 സെക്കൻഡ് വീതം ഇങ്ങനെ നിർത്തി അടിക്കാം. മൊത്തത്തിലൊരു 15 സെക്കൻഡ് അടിക്കേണ്ടി വരുള്ളൂ. സൈഡിൽ നിന്നൊക്കെ സ്പൂൺ കൊണ്ട് വടിച്ചിട്ടിട്ട് അടിക്കണം, അല്ലെങ്കിൽ വരാതെ കിടക്കുന്ന ഭാഗം ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഞാൻ മസാലപ്പൊടികളില്ലേ, മറ്റേ പെരുംജീരകം, പട്ട, ഗ്രാമ്പു പൊടിച്ചതാണിത്, ഇത്രയും ഉണ്ട്, ഇതിനകത്തോട്ട് ചേർക്കും. പിന്നെ വേണ്ടത് ഉപ്പ് ചേർത്തിട്ടില്ല ഇതിനകത്തോട്ട്, ആ ഉപ്പ് ചേർക്കാം. പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, കുരുമുളക് പൊടി ഇത് ഇതിനകത്തേക്ക് ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് അടിച്ചിട്ട് വേണം ഇനി ലാസ്റ്റാണ് നമ്മൾ ചെമ്മീൻ ചേർത്ത് അടിച്ചെടുക്കുന്നത്. നമുക്ക് വേറെ പണിയൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഇത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ. ഞാൻ മസാലപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ. കണ്ടില്ലേ, ഇത് നമ്മുടെ ചമ്മന്തി പോലെയാണ് ഇരിക്കണം. ഇപ്പോൾ ഇത് കണ്ടോ, നല്ല ഡ്രൈ ആയിട്ടുള്ള ചമ്മന്തി നമ്മൾ ഉണ്ടാക്കില്ലേ, തേങ്ങാ ചമ്മന്തി. മുളക് ചിലപ്പം മൂപ്പിച്ചൊക്കെ എടുത്തിട്ട് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നത് പോലെ ഇങ്ങനെ ഇരിക്കും. ഇനി ഇതിലേക്ക് ചെമ്മീൻ ആഡ് ചെയ്യാൻ വേണം കേട്ടോ. ഇനി ഇത് മസാലയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. ഭയങ്കരമായിട്ട് അരയണ്ട, ഒരു 2-3 സെക്കൻഡ് അടിച്ചിട്ട് നിർത്തി, അങ്ങനെ ഒരു 3 പ്രാവശ്യം. അപ്പോൾ ഒരു 10 സെക്കൻഡിൽ നിൽക്കും, അത്ര അടിക്കേണ്ടി വരുള്ളൂ കേട്ടോ. ഞാനിതൊന്ന് അടിച്ചിട്ട് വരട്ടെ. ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ ഉണ്ടാകും. സ്പൂണിൽ ഇതിങ്ങനെ വീഴില്ല, ഇങ്ങനെ നമുക്ക് കൈ കൊണ്ട് ഉരുട്ടിയെടുക്കാൻ മതി. ഇതാണ് പാകം. ഞാനൊരു പാത്രത്തിലേക്ക് ആക്കി കാണിച്ചത്. കണ്ടോ, ഇതാണ് പാകം. ചെമ്മീനായതുകൊണ്ട് അരിഞ്ഞ് വരുമ്പോൾ ഒരു ഒട്ടിപ്പിടിക്കുന്ന പാകത്തിലാണ് കിട്ടുന്നത്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പച്ച ചെമ്മീൻ ആയതുകൊണ്ട് നിങ്ങൾ ടേസ്റ്റ് ചെയ്തൊന്നും നോക്കരുത്. തുടങ്ങിയതല്ല, ഇടയ്ക്ക് അടിച്ചെടുക്കണതാണ്. ഉരുളക്കിഴങ്ങ് അങ്ങനെ ഒന്നും ചേർക്കാറില്ല. ഇതുപോലത്തെ ഒരു കട്ട്ലറ്റ് നിങ്ങൾക്ക് വേറെ നിങ്ങൾ അന്വേഷിച്ച് നോക്കുക, ഹോട്ടലിൽ നിന്ന് ഇത് കഴിച്ചു നോക്കിയിട്ട് ഇതേപോലത്തെ കിട്ടുമോ. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന വേറെ ഇവിടെ ഒന്നും കഴിച്ചിട്ടില്ല. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നമുക്കിതൊന്ന് പൊരിക്കാൻ വെക്കാം, ചട്ടിയിൽ വെക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഉരുട്ടിയിട്ട് പരത്തി നമുക്ക് മുറിച്ചെടുക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ച് എണ്ണയിട്ട് ചൂടായിട്ടുണ്ട്. ഇത് ഡീപ്പ് ഫ്രൈ അല്ല കേട്ടോ, ഷാലോ ഫ്രൈ ആണ്. ഷാലോ ഫ്രൈ എന്ന് പറഞ്ഞാൽ തീരെ എണ്ണ ഇല്ലാതെ അല്ല, കുറച്ച് എണ്ണ വേണം. നിങ്ങൾക്ക് കാണാമല്ലോ ഇതുപോലെ. ആ 150 ഗ്രാം ചെമ്മീൻ കൊണ്ട് ബാക്കിയുള്ള കണ്ടൻസൊക്കെ അരച്ചെടുത്ത് കഴിയുമ്പോൾ ഇതേപോലെ 10 കട്ട്ലറ്റിനുള്ള മാവ് കിട്ടും. ഇത് ബാറ്റർ. ഇത് കൈ കൊണ്ട് പതുക്കെ പരത്തിയാണ് അതിനകത്തേക്ക് ഇടുന്നത്. ഇതിൽ ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ മുട്ട അല്ലെങ്കിൽ മുക്കയിലോ ഒന്നുമില്ല. ഇത് ഡയറക്റ്റ് അങ്ങോട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യണം. അപ്പോൾ കൈ ഒന്ന് പതുക്കെ നനച്ചെടുത്തിട്ടാണ് ഈ ഓരോ ഉരുളയും അതിനകത്തേക്ക് ഇടുന്നത്. അപ്പോൾ കൂടുതൽ വെള്ളം പാടില്ല കേട്ടോ. പിന്നെ എണ്ണയിൽ ഇട്ടൊക്കെ വെള്ളം വീണ് പൊട്ടിത്തെറിച്ച് എന്നിട്ട് എന്നെ പറയണ്ട, ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ചെയ്തതെന്ന്. ഞാൻ ഓരോന്ന് ഇട്ടെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ പരത്തിയെടുക്കണം. കൈ കൊണ്ട് തന്നെ പരത്തിയെടുത്തിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇടാം. ഉണ്ടോ, അങ്ങനെയാണ് ചെയ്യുന്നത്.
നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡിൻ്റെ ഉള്ളിൽ പാറ്റീസായിട്ടൊക്കെ വെക്കാൻ പറ്റിയാൽ നിങ്ങൾ ബർഗറൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെക്കില്ലേ, കട്ടറ്റ് ബോൾസാണ്, അതുപോലെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ചിട്ട് കഴിക്കാം. പിന്നെ ചീസ് സ്ലൈസായിട്ടുള്ള ചീസൊക്കെ വെച്ചിട്ട് കഴിക്കും. കുട്ടികൾക്കൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഞാൻ പതുക്കെ കൈ നനച്ചിട്ടാണ് ഇടുന്നത്, നല്ല കയ്യിലൊട്ടി പിടിക്കുക. ചെമ്മീൻ കുറച്ച് കൂടുതലായിരുന്നു. ഇത്രയും ചെമ്മീൻ്റെ ആവശ്യമില്ലായിരുന്നു. എന്നാലും നിങ്ങൾക്ക് ആദ്യമായിട്ട് ഞാനിങ്ങനെ ഒരു ഡിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യും. കുറച്ച് ചെമ്മീൻ ഞാൻ കൂടുതലെടുത്തതാണ്. ചൂടോടുകൂടി കഴിക്കുന്നതാണ് കേട്ടോ നല്ലത്. അല്ലെങ്കിൽ തണുത്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. എനിക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വറുത്തതും സൂക്ഷിക്കാം, പച്ചയും ഇതിൻ്റെ മാവ് പൊരിക്കാത്ത മാവ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പക്ഷേ അത് പിറ്റേ ദിവസം തന്നെ എടുക്കണം. ചെമ്മീനും തേങ്ങയും പെട്ടെന്ന് മോശമാവുന്ന സാധനമാണ്. ചെമ്മീൻ പുഴുങ്ങാത്തതുകൊണ്ടാണ്, വേവിക്കാത്തതാണ്. അപ്പം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചാൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ അതേപോലെ തന്നെ നല്ല ഫ്രഷായിട്ടിരിക്കും. പൊരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ടിഫിനിൽ കുട്ടികൾക്കോ അല്ലെങ്കിൽ മുതിർന്നവർക്കോ കൊണ്ടുപോകാനെടുക്കാം. പിന്നെ ഇതിന് നിങ്ങൾക്ക് കുറച്ചുകൂടി എരിവാണെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം. പിന്നെ കുറച്ച് കുരുമുളകും കുറച്ച് കൂടുതൽ ചേർക്കാം. നല്ല സ്പൈസി ആയിട്ട് ഇരുന്നാലാണ് ഈ കട്ട്ലറ്റ് നല്ല ടേസ്റ്റ് കഴിക്കാനായിട്ട്. നിങ്ങളിതുപോലെ ട്രൈ ചെയ്യാൻ മതിയട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനിത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരുന്നത്. ഇപ്പോൾ ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മൊത്തം നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. കുട്ടികളുടെ ഉദ്ദേശമാണ് ഞാൻ പറയുന്നത്. മറിച്ചിടുമ്പോഴൊക്കെ എണ്ണ ചേർത്ത് പോകാതെയൊക്കെ സൂക്ഷിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കണം. അല്ലെങ്കിൽ പുറം ഇത് ഔട്ടോട് ഭാഗം വേണ്ടധികം ഉള്ളിൽ വേകാതെ ഇരിക്കും. നേരെ വെയിൽ വെച്ചിട്ട് മുറിച്ചെടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഉള്ളിലെ ഭാഗം അല്ലെങ്കിൽ ഒത്തിരി സോഫ്റ്റ് ആയിരിക്കും സാധാരണ ഇതിന് കട്ടി കൂടുന്തോറും അത് കൂടുതലായി അങ്ങനെ ഇരിക്കും. ഞാനിതിപ്പോൾ ഇത്ര കുറച്ച് കട്ടിയിലാണ്. നിങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് പരത്തി ഇടാൻ പറ്റുമെങ്കിൽ അതേപോലെ ശ്രമിക്കാം. തിരിച്ചിട്ട് കൊടുക്കട്ടെ. നമ്മൾ എല്ലാ ഭാഗവും മുരിഞ്ഞ് കിട്ടും. ലോ ഫ്ലെയിം ആയതുകൊണ്ട് കൂടുതൽ ചട്ടിയുടെ എല്ലാ ഭാഗത്തും തീ എത്താൻ സാധ്യതയില്ല. പൊട്ടിക്കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ ഞാൻ ചെയ്തെടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്താണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമുക്കിത് സവാള ഒന്നും അരിയേണ്ട, വാട്ടേണ്ട, ബ്രെഡ് ക്രംസ് വേണ്ട, പിന്നെ മുട്ടയുടെ വെള്ള അതൊന്നും വേണ്ട. നമുക്ക് പെട്ടെന്ന് ഇത് സാധനങ്ങളെല്ലാം അടുപ്പിച്ച് വെച്ചാൽ മിക്സിയിൽ അടിക്കുക, വേഗം തന്നെ ഉരുട്ടി കട്ട്ലറ്റ് ആക്കുക. സുഖമായിട്ടുള്ള ഉണ്ടാക്കലാണ്. പ്രിപ്പറേഷൻ എളുപ്പമാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ ഒരു കട്ട്ലറ്റ് നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിരിക്കും ഇത് ട്രൈ ചെയ്തല്ലേ നിങ്ങൾ കഴിക്കുന്നത് ആദ്യമായിട്ടായിരിക്കുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നല്ല ടേസ്റ്റായിട്ടുള്ള ചൂടോടുകൂടി കഴിക്കണം. പിന്നെ ഇത് സോസിൻ്റെ കൂടെ ഇപ്പോൾ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾക്ക് ഇനി നിർബന്ധമാണെങ്കിൽ സോസ് കൊടുക്കുക. സോസില്ലാതെ കഴിച്ചാലാണ് ഇതിൻ്റെ തനതായ രുചി നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സോസില്ലാതെ തന്നെ കഴിച്ച് നോക്കുക.
അതൊന്ന് മുരിയട്ടെ. അപ്പോൾ എൻ്റെ പ്രോൺസ് കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. 10 കട്ട്ലറ്റ് പൊരിച്ചെടുക്കാനായിട്ട് അരമണിക്കൂർ എടുത്ത്. നല്ല ടേസ്റ്റാണ്. ഇത് ചൂടോടുകൂടി കഴിച്ച് ചോറിൻ്റെ കൂടെ കഴിക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ എപ്പോഴും വെജിറ്റബിൾ ആഡ് കഴിച്ചോളണമെന്ന് നിർബന്ധമാണ്. കാരണം നോൺ വെജിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ റോ വെജിറ്റബിൾസ് കഴിക്കുന്നത് നല്ലതാണ്. ഞാനിവിടെ ക്യാരറ്റും കുക്കുംബറുമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഇതിനകത്ത്. നിങ്ങളൊക്കെ ഇതുപോലെ ക്യാരറ്റ്, കുക്കുംബർ, പിന്നെ നിങ്ങൾക്ക് അണിയൻ വേണമെങ്കിൽ പച്ച അണിയൻ ഉപയോഗിക്കാം. തക്കാളി ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. തക്കാളി കടയിൽ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ ഒരുപാട് അഡൾട്ടറേറ്റഡ് ആയിട്ടുള്ള തക്കാളിയാണ് വരുന്നത്. നിങ്ങളുടെ വീട്ടിൽ തന്നെ തക്കാളി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ.